ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം വൈകിട്ട് ആലപ്പുഴയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. കർക്കടകവാവ് നാളെ. ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ജഗദീപ് ധൻഖറിന്റെ രാജി, ബീഹാർ വോട്ടർ പട്ടിക പുതുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം ഇരുസഭകളിലും ഉന്നയിച്ചു. ക്രിയാത്മക ചർച്ചകൾക്ക് ലോക്സഭ വേദിയാകണമെന്നും സഭയുടെ മര്യാദകൾ അംഗങ്ങൾ പാലിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം ബഹളം തുടർന്നു. ലോക്സഭയും രാജ്യസഭയും ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ്സ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ UKയിലെത്തുന്ന ശ്രീ മോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 25-26 തീയതികളിൽ പ്രധാനമന്ത്രി മാൽദീവ്സ് സന്ദർശിക്കും. മാൽദീവ്സിന്റെ 60-ാം സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ അദ്ദേഹം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ കേരളം. VSന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വൈകിട്ട് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. VS അച്യുതാനന്ദനെ അവസാനമായി കാണാൻ പതിനായിരങ്ങളാണ് ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത്. കോരിച്ചൊരിയുന്ന മഴയത്തും അവർ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം മുഴക്കി കാത്തുനിൽക്കുന്നു. ഇവരിൽ പലരും ഇന്നലെ വന്നവരാണ്. VSന്റെ പറവൂരിലെ വേലിക്കത്ത് വീടിന്റെ പരിസരത്തേക്ക് പോലും അടുക്കാൻ പറ്റാത്ത വിധം തിരക്കാണ്. ഇവിടുത്തെ തിരക്ക് കാരണം പലരും പ്രധാന പൊതുദർശന വേദിയായ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് നീങ്ങുന്നു. ആലപ്പുഴയിൽ എത്തിയവർക്കെല്ലാം VSനെ കാണാൻ അവസരമൊരുക്കുമെന്ന് CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക സംസ്ഥാനത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 30-ന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഈ ദിവസമാണ് ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ കമ്പനിയുടെ കീഴിൽ രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. നവമാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിലും ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യവുമായി വിജ്ഞാനവും വിനോദവും പകർന്നു നൽകി ആകാശവാണി ഇന്നും എന്നും ശ്രോതാക്കളോടൊപ്പം. ആകാശവാണി വാർത്തകൾ കാലാകാലങ്ങളായി സത്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുകയാണെന്ന് ആകാശവാണി ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഗ്യ പാലിപ്പാൽ ഗൌഡ്. വാർത്തകൾ പക്ഷഭേദമില്ലാതെ നൽകാനുള്ള പ്രതിബദ്ധത രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്തമാണെന്നും ദേശീയ പ്രക്ഷേപണ ദിന സന്ദേശത്തിൽ ആകാശവാണി ഡയറക്ടർ ജനറൽ പറഞ്ഞു. Akashvani News has for decades stood as a pillar of truth in the ever-evolving media landscape. In an age of instant information and fleeting headlines, Akashvani remains a beacon of credibility and composure. For millions across the country, Akashvani is not just a source of news. It is the voice they trust when clarity matters most. The voice they turn to when facts must rise above speculation. ആധുനിക കാലഘട്ടത്തിൽ വാർത്തകളുടെ നിലവാരത്തിൽ ആകാശവാണിയുടെ പ്രൗഢി ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണെന്ന് ആകാശവാണി ഓർമ്മകൾ പങ്കുവച്ച് നടൻ മോഹൻലാൽ പറഞ്ഞു. ടിവിയും ഇന്റർനെറ്റും ഒക്കെ വരും മുമ്പുള്ള ഞങ്ങളുടെ തലമുറയുടെ ഏറ്റവും വലിയ ഹോം എന്റർടൈൻമെന്റ് ആകാശവാണിയായിരുന്നു. അല്ല, ആകാശവാണി മാത്രമായിരുന്നു. അതാണ് ശരി. ഇന്നും പ്രാദേശിക വാർത്തകൾക്കോ ദേശീയ വാർത്തകൾക്കോ ഓൾ ഇന്ത്യ റേഡിയോ മാത്രമേ ആശ്രയമുള്ളൂ. നിലവാരത്തിന്റെ കാര്യത്തിലും നല്ല മലയാളത്തിന്റെ കാര്യത്തിലും ആകാശവാണി ആ പഴയ പ്രൗഢിയിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ തന്നെ നിലനിൽക്കും. നവമാധ്യമങ്ങൾക്കിടയിലും ആകാശവാണിയെ നെഞ്ചേറ്റുന്ന ശ്രോതാക്കളും അവരുടെ കൂട്ടായ്മകളും നിരവധിയാണ്. കേട്ടും എഴുതിയും അരനൂറ്റാണ്ടായി ശ്രവ്യമാധ്യമത്തോടൊപ്പം നിൽക്കുന്ന ഒരു ശ്രോതാവിനെ ഇനി പരിചയപ്പെടാം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
അരനൂറ്റാണ്ടായി മലയാളികളായ ആകാശവാണി ശ്രോതാക്കൾ ഒരു തവണയെങ്കിലും റേഡിയോയിലൂടെ കുഞ്ഞിപ്പ പന്താവൂർ എന്ന പേര് കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല. ഈ കാലയളവിനുള്ളിൽ 1.5 ലക്ഷത്തോളം കത്തുകളാണ് കുഞ്ഞിപ്പ ആകാശവാണിയിലേക്ക് അയച്ചിരിക്കുന്നത്. റേഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോ റേഡിയോ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ നിലയത്തിലും ശ്രോതാക്കളുണ്ട്. ഇഷ്ടം പോലെ റേഡിയോ പരിപാടി കേൾക്കുന്നവരാണ് കൂടുതൽ പേരും. അത് ഞങ്ങൾ ഈ കത്തെഴുത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എടപ്പാളിനടുത്ത് പന്താവൂർ പള്ളിയിലെ മുക്രിയായ കുഞ്ഞിപ്പ 1977 മുതൽ കുഞ്ഞിപ്പ ആകാശവാണിക്ക് കത്തെഴുതുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നാളെ കർക്കടകവാവ്. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ നാളെ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. നാളെ പുലർച്ചെ 2:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 12:42 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. കണ്ണൂർ ജില്ലയിലെ ഒരുക്കങ്ങളെക്കുറിച്ച് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പിതൃമോക്ഷ പുണ്യം നേടുന്നതിനുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ രാവിലെ 6 മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രത്തിലെ പിണ്ടക്കുളത്തിലാണ് ബലിതർപ്പണം. തലശ്ശേരി തലായിൽ ബാലഗോപാല ക്ഷേത്രവും നാരങ്ങാപ്പുറം തൃക്കൈ ക്ഷേത്രവും ചേർന്ന് തലായി കടൽ തീരത്ത് രാവിലെ മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തോട്ടട കടപ്പുറത്താണ് ബലിതർപ്പണം നടക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാസർഗോഡ് ചെറുവത്തൂർ മയ്യിച്ച വീരമലകുന്നിൽ ദേശീയപാത 66 നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ഹോസ്ദുർഗ് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പന്തളം വടക്കേമുറി പുത്തൻ കോയിക്കൽ കൊട്ടാരത്തിൽ രോഹിണി നാൾ അമ്പാലിക തമ്പുരാട്ടി അന്തരിച്ചു. കൊട്ടാരത്തിൽ അശൂലം ബാധിച്ചതിനാൽ വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രം അടച്ചു. ശുദ്ധിക്രിയകൾക്ക് ശേഷം അടുത്ത മാസം 2-ന് ക്ഷേത്രനട തുറക്കും. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന എർണൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഭാര്യയാണ് അമ്പാലിക തമ്പുരാട്ടി. സ്വാതന്ത്ര്യ സമര സേനാനി ലോകമാന്യ തിലകിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യദിന പോരാട്ടങ്ങളുടെ ആവേശം നാടെങ്ങും ജ്വലിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു ലോകമാന്യ തിലക് എന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമാനതകളില്ലാത്ത ധീരതയുടെയും മനക്കരുത്തിന്റെയും പ്രതീകമാണ് ആസാദ് എന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124-ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും 1801178000 എന്ന ടോൾ ഫ്രീ നമ്പരിലും മറ്റന്നാൾ വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ ആരംഭിക്കും. ഓൾഡ് ട്രാഫോർഡിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-നാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. സംസ്ഥാനത്ത് സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി വി ശിവൻകുട്ടി നടത്താനിരുന്ന ചർച്ച വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. അതേസമയം തൃശൂരിൽ ഈ മാസം 26, 27 തീയതികളിൽ നടത്താനിരുന്ന വിജ്ഞാന കേരളം ഓവർസീസ് തൊഴിൽ മേളയും മാറ്റിവെച്ചു. വിവിധ മോർച്ചകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ നിയമിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മലപ്പുറം, തൃശൂർ, വയനാട്, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലായി OBC, SC, ST, ന്യൂനപക്ഷം, കിസാൻ, യുവ, മഹിളാ മോർച്ചകളുടെ അധ്യക്ഷന്മാരെയാണ് നിയമിച്ചത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള, ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 28. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനത്തിന്റെ 3ാം ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം വൈകിട്ട് ആലപ്പുഴയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. കർക്കടകവാവ് നാളെ. ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.